ഇന്നത്തെ എപ്പിസോഡ് കണ്ട പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ അനീഷിൻ്റെ അടുത്താണ് ലാലേട്ടൻ ചോദിക്കുന്നത് PR വർക്കും. മാത്രമല്ല അനീഷിന് 3 ദിവസങ്ങൾക്ക് മുൻപെയാണ് ബിഗ് ബോസ് നിന്ന് വിളി വന്നത്. അനീഷ് ഒരു കോമണറായ മത്സരാർത്ഥിയാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ 12 ദിവസങ്ങൾക്ക് മുൻപേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിന് 3 ദിവസമാണ് കിട്ടിയത്. ഒരു കോമണറെ അങ്ങനെ ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കും ലാലേട്ടൻ അത് ക്ലിയർ ചെയ്യാനുള്ള കാരണം. അനീഷിൻ്റെ അടുത്തും പറയുന്നുണ്ട് അനീഷിനെ 12 ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ചിരുന്ന തെളിവാണ്. അനീഷ് അത് സമ്മതിക്കുകയും ചെയ്തു. 10 ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചിരുന്നുള്ളത് ലക്ഷ്മീൻ്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്നതല്ല, അനീഷിനെയോ അല്ലെങ്കിൽ അക്ബറിനെയോ ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ചിരിച്ച് കളിച്ച് ഞാൻ പെർഫെക്റ്റാണ്, ഞാനാണെന്ന് ഇവിടുത്തെ എല്ലാം തികഞ്ഞ ഒരാളെന്ന രീതിയിൽ ഷാനവാസ് അങ്ങനെ ചിരിച്ച് കളിച്ച് കുഴന്ന് നിൽക്കുന്ന ഒരു ഷാനവാസിനെ കാണാനിടയായിട്ടുണ്ട്. ഇന്നും അതേപോലെ തന്നെയാണ് ഷാനവാസ്. ലാലേട്ടൻ അത് കൃത്യമായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ അടുത്തേക്ക് വരാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. മാത്രമല്ല അതിനുശേഷം ബിഗ് ബോസിൻ്റെ സീസൺ 1 മുതൽ സീസൺ 7 വരെ കാണുന്ന ഒരു ഉമ്മയും മകനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഉമ്മ പറയുന്നുണ്ട് ഷാനവാസിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു, ഇപ്പോൾ ഷാനവാസ് വളരെ താഴോട്ട് പോയിരിക്കേണ്ട, ഷാനവാസിൻ്റെ ഗെയിമിംഗ് അബദ്ധമാണ്. അതോടുകൂടി ഷാനവാസ് ഡൗണായി. കിട്ടേണ്ടത് കിട്ടി. ഷാനവാസിന് അങ്ങനെയാണ്. അക്ബറിനെയോ അനീഷിനെയോ പറയുമ്പോൾ ഒരു തിളപ്പ് കൂടുതലാണ്. ഷാനവാസിന് എപ്പോൾ എവിടെ കയറി എന്തും പറയാം, വലിയ ഹീറോ കളിക്കുന്നത്. ഇന്ന് അത് മാറിക്കിട്ടി, അല്ലെങ്കിൽ ലാലേട്ടൻ അത് മാറ്റിക്കൊടുത്തു, ആ ഉമ്മയും മാറ്റിക്കൊടുത്തു. കണ്ട പലർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും.